ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, എക്സസൈസ് 2.2ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ കാണേണ്ടത് തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ സീറോസിനെ കാണണം. സീറോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത് കാണേണ്ടത് ഇതിനെ വെരിഫൈ ചെയ്യണം. സീറോസും അതുപോലെ തന്നെ കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻ ഒന്ന് വെരിഫൈ ചെയ്യണം. സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സിന് പകരം ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? സീറോ ആയിട്ട് മാറും. അങ്ങനെയുള്ള സീറോ നെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ രണ്ട് സീറോസ് കിട്ടും. അപ്പോൾ രണ്ട് സീറോസിൽ ഒന്നാമത്തെ സീറോനെ ആൽഫ എന്ന് വിളിക്കും, രണ്ടാമത്തെ സീറോ നമ്മൾ എന്ത് ചെയ്യും? ബീറ്റ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സീറോയും ഈ സമ്മും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറോയെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ഒരു വാല്യൂ കിട്ടുമല്ലോ. ആ ഒന്നാമത്തെ വാല്യൂവിനെ നമ്മൾ പറയുന്നത് ആൽഫ എന്ന് വെച്ചാൽ ചിലപ്പോൾ -3 ആയിരിക്കാം, ചിലപ്പോൾ 2/5 ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ സീറോ നമ്മൾ ആൽഫ എന്ന് വിളിക്കും, വെറുതെ ഒരു പേര് വിളിക്കുന്ന. രണ്ടാമത്തെ സീറോ നമ്മൾ ബീറ്റ എന്ന് വിളിക്കും. ഈ സീറോസിൻ്റെ സമ്മും ഇതിൻ്റെ കോഎഫിഷ്യൻറ്റും തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻറ്റും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സമ്മിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കിക്കോ, ഈ രണ്ട് സമ്മിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതിന് ഈക്വൽ ആയിരിക്കും എന്നറിയോ? -b/aക്ക് ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ -b/a എന്ന് പറഞ്ഞാൽ? -b/a എന്ന് പറഞ്ഞാൽ ഇതാണ് ജനറൽ ഫോം. ax² + bx + c എന്ന് പറയുന്ന ജനറൽ ഫോം. ഓക്കെ, അപ്പോൾ ഈ a എന്തിന് തുല്യമാണെന്നറിയോ? a ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിന് തുല്യമാണ്. ax² എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നുമില്ലെങ്കിൽ 1x². b എന്തിന് തുല്യമാണെന്നറിയോ? b രണ്ടാമത്തെ എക്സ് ഇല്ലേ, ആ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിന് തുല്യമാണ്. a എന്തിന് തുല്യമാണ്? ax² കോഎഫിഷ്യൻറ്റിന് തുല്യമാണ്. b എന്തിന് തുല്യമാണ്? b എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിന് തുല്യമാണ്. അതുപോലെ തന്നെ c എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? ഇതിലുള്ള c എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? നമ്മുടെ ഈ ഇക്വേഷനിലെ കോൺസ്റ്റൻറ്റിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുത്തെഴുതാം. a = എത്രയാണ്? a = 1. ഒന്നും ഇല്ലെങ്കിൽ അവിടെ 1 കേട്ടോ. b എന്ന് പറഞ്ഞാൽ എത്രയാണ്? b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്. അതുപോലെ തന്നെ c എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് -8 ആണ്. ഓക്കെ, അത് നമ്മൾ അങ്ങോട്ട് എടുത്തെഴുതി. ഇത് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ അടക്കം ഒന്ന് വായിക്കുകയാണ്, കാരണം അതിൽ കുറേ എഴുതിപ്പോയല്ലോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ x² - 2x - 8. അപ്പോൾ ഇതിൽ ഈ എക്സിന് ഒരു ഏത് നമ്പർ കൊടുത്താൽ 0 ആവും എന്ന് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ പിടികിട്ടൂല. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. അതായത് ഈ മിഡിൽ ടേമിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഈ x² കോഎഫിഷ്യൻറ്റിനെയും ഈ ലാസ്റ്റത്തെ കോൺസ്റ്റൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ നമുക്ക് x² കോഎഫിഷ്യൻറ്റ് 1 ആണ് അല്ലേ, ലാസ്റ്റത്തെ കോൺസ്റ്റൻറ്റ് -8 ആണ്. അപ്പോൾ നമുക്ക് -8 കിട്ടി അല്ലേ. ഇനി നമ്മൾ ഇവിടെ ഈ -2 നമുക്ക് കിട്ടണം. -2 കിട്ടണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് നമ്പർ എടുക്കും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -8ഉം കിട്ടണം. ഓക്കെ, അങ്ങനെയുള്ള നമ്പറിനെ നമ്മൾ കണ്ടുപിടിക്കുക. അതിനുള്ള ഒരു എളുപ്പ വഴിയാണ്. നമ്മുടെ നമ്പർ എന്ന് പറഞ്ഞാൽ -8 അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാൻ പറ്റും? -8ന് 1ഉം 8ഉം അല്ലേ. 1ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 8 ആണ്. നമുക്കിവിടെ മൈനസ് വേണേ. ഓക്കെ, അതുപോലെ തന്നെ 2ഉം 4ഉം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിലേതാണ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -8 കിട്ടണം, അതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മുടെ -8 ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു നമ്പറിന് മൈനസ് ഇട്ടാലേ -8 ആവും. 1 × -8 -8, 2 × -4 -8. 2 × -4 മാത്രമല്ല, 4 × അല്ലെങ്കിൽ -2 × 4 എന്താണ്? -8 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ -1 × 8ഉം എന്താണ്? -8 ആണ്. അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നമ്പർ എങ്ങനെ കണ്ടെത്തുക? ആഡ് ചെയ്താൽ -2 കിട്ടണം, മൾട്ടിപ്ലൈ ചെയ്താൽ -8. മൾട്ടിപ്ലൈ ചെയ്താൽ -8. ഈ നമ്പേഴ്സെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ -8 ആണ്. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്ത -2 കിട്ടുന്ന ഏതാ? 1 തൊട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -8 കിട്ടൂല. അപ്പോൾ ഈ സെക്ഷൻ വേണ്ട. പിന്നെ ഇവിടെ 2ഉം -4ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
-2 കിട്ടും അല്ലേ. 2 + -4 = -2. -2 + 4 = +2 ആണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ നമ്പർ. ഓക്കെ. അപ്പോൾ നമുക്ക് മിഡിൽ ടേമിന് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ x² +2x -4x -8 മനസ്സിലായില്ലേ. ഈ 2x -4 എന്ന് പറയുന്നതിന് നമ്മളൊന്ന് സിംപ്ലിഫിക്കേഷൻ നടത്തിയാൽ -2x കിട്ടും. ഓക്കെ. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്തത് ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരുള്ള എക്സ് ഉണ്ടല്ലേ. അപ്പോൾ എക്സിനെ പുറത്തിടാം. എക്സ് ഇൻറ്റു ബാക്കി ആരെ ഇവിടെയുള്ള എക്സ് പ്ലസ് ബാക്കി ആരെ ഇവിടെയുള്ള 2. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു കേട്ടോ. ഇനി നമുക്ക് ഇതിനെ രണ്ടിനും സിംപ്ലിഫൈ ചെയ്യാം. ഇത് രണ്ടിൽ കോമൺ ആയിട്ട് ആരാ ഉള്ളത്? -4 ഉണ്ട് അല്ലേ. -4 ഉണ്ട്. ഇവിടെ ബാക്കി ആരാ ഉള്ളത്? -4x എക്സ് ബാക്കിയുണ്ട്. ഇവിടെ -8 നിന്ന് -4 പുറത്തെടുത്തു. ബാക്കി ആരാ ഉള്ളത്? +2 ആട്ടോ. -2 എന്ന് എഴുതി പോരുതേ, തെറ്റിപ്പോവും. മനസ്സിലായില്ലേ. -4 × x -4x -4 × 2 -8 കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടിലും ആരുണ്ട്? x+2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് x+2നെ പുറത്തെടുക്കാം. x+2 ഇൻറ്റു ഇവിടെ ആരാ ബാക്കിയുള്ള എക്സ് ബാക്കിയുണ്ട് അല്ലേ. എക്സ് ഇവിടെ ആരാ ബാക്കിയുള്ളത്? -4 ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ x-4 x+2 × x-4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എപ്പോഴാണ് 0 ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ വരുമ്പോൾ 0? എക്സിന് -2 വന്നു കഴിഞ്ഞാൽ ഇത് 0 ആയി അല്ലേ. -2 + 2 -2 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 0 അല്ലേ. 0 ഇൻറ്റു ഏത് ടേം എടുത്തു കഴിഞ്ഞാലും 0 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് -2 വന്നാൽ ഈ ടേം കംപ്ലീറ്റ് ആയിട്ട് 0 ആവും. അതുപോലെ തന്നെ ഇവിടെ എക്സിന് 4 വന്നാലും അല്ലേ. 4 - 4 0 ആണ്. 0 ഇൻറ്റു എനി നമ്പർ 0 ആണ്. അപ്പോൾ എക്സിന് 4 വന്നാൽ 0 ആവും. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവം. x = -2 വരുമ്പോൾ 0 ആയി. അതുപോലെ തന്നെ x = 4 വന്നാൽ 0. അതായത് ഇവിടെ ഏതാണോ സൈനുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിൾ x = ആയിട്ട് എടുത്തായി. ഇവിടെ -4 അല്ലേ, അപ്പോൾ +4. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിലും എന്തായി? നമ്മുടെ ഇക്വേഷൻ 0 ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടി. ആദ്യത്തെ 0 നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആൽഫ അല്ലേ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ. രണ്ടാമത്തെ 0 നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബീറ്റ. അതൊരു സാങ്കേതിക നെയിമാണ് കേട്ടോ. ബീറ്റ = 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത്? ആൽഫയും കിട്ടി, ബീറ്റയും കിട്ടി അല്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം അല്ലേ. എങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്? നമ്മൾ വെരിഫൈ ചെയ്യുന്നത് ഒന്നാമത്തെ വെരിഫിക്കേഷൻ ഇതാണ്. സം ഓഫ് 0 = ആൽഫ + ബീറ്റ = -b/a എന്ന് കിട്ടണം അല്ലേ. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ ഇൻറ്റു ബീറ്റ = c/a എന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്യാം. വെരിഫിക്കേഷൻ സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ = ആൽഫ എത്രയാ? -2 അല്ലേ. -2 പ്ലസ് ബീറ്റ എത്രയാ? 4 = 2. ഓൾസോ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് അല്ലേ. ഓൾസോ എന്താണ്? -b/a കൂടിയാണ് അല്ലേ. ഓൾസോ സം ഓഫ് സീറോസ് സം ഓഫ് 0 ആരാണ്? -b/a ആണ്. ഇവിടെ നമ്മുടെ -b എന്ന് പറയുന്ന ആരും നമ്മൾ ആദ്യം കണ്ടിട്ടില്ലേ. ഇവിടെ -b എന്ന് പറയുന്നത് -2 ആണ്. ഈ ടേം ഓക്കെ. -b എന്ന് പറഞ്ഞാൽ -2 ആണ്. -2/a എത്രയാണ്? a എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. ഇതാ ഇവിടെ a എന്ന് പറയുന്നത് 1. എക്സിൻ്റെ സ്ഥാനത്തൊന്നുമില്ലല്ലോ, അപ്പോൾ 1 ആയിട്ട് എടുക്കും. -b/a ആണ്. അപ്പോൾ -2 എടുക്കണം കേട്ടോ. b എന്ന് പറഞ്ഞാൽ -2 ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. -(-) പറഞ്ഞാൽ +2. അപ്പോൾ നമുക്ക് രണ്ടും ഒരുപോലെ കിട്ടിയില്ല. സം ഓഫ് 0 ആൽഫ പ്ലസ് ബീറ്റ = -b/a. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വെരിഫിക്കേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ വെരിഫിക്കേഷൻ എന്തായിരുന്നു? പ്രൊഡക്റ്റ് ഓഫ് സീറോസ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വെരിഫിക്കേഷൻ ചെയ്യാം. അടുത്ത വെരിഫിക്കേഷൻ ആണെന്ത്? പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്താണ്? ആൽഫ ഇൻറ്റു ബീറ്റ
ഈസ് ഈക്വൽ ടു നമ്മുടെ ആൽഫ എന്ന് പറയുന്നത് എത്ര -2 അല്ലേ -2 ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ് 4 ഈക്വൽ ടു -8 അതുപോലെ തന്നെ ഓൾസോ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് എന്താണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വെരിഫിക്കേഷൻ എന്താണ് പ്രൊഡക്റ്റ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ C/A അല്ലേ നമുക്കറിയാം സി എത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ സി എത്രയായിരുന്നു സി എന്ന് പറയുന്നത് ഇതാ ഇവിടെ ഉണ്ട് അല്ലേ -8 എ എന്ന് പറഞ്ഞാൽ 1 -8 എ എന്ന് പറഞ്ഞാൽ 1 ഈസ് ഈക്വൽ ടു -8 ഇത് രണ്ടും സെയിം കിട്ടിയില്ലേ ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു C/A എന്ന് കിട്ടിയല്ലേ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഹെൻസ് പ്രൂവ്ഡ് ഒന്നുകൂടി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം ക്ലിയറായി മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതായത് പിന്നെ ഇങ്ങനെ ഒരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ അതിലൊരു റിലേഷൻ ഉണ്ട് എന്താ അറിയോ ഈ കോഎഫിഷ്യൻറ്റ് -b/a എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഏതിന് തുല്യമായിരിക്കും എന്നറിയോ ഇതിൻ്റെ സീറോസ് കണ്ടിട്ട് അത് ആഡ് ചെയ്താൽ അതിന് തുല്യമായിരിക്കും അതുപോലെ C/A എന്ന് പറഞ്ഞാൽ C/A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിന് തുല്യമായിരിക്കും എന്നറിയോ അതെപ്പോഴും ആൽഫ ഇൻറ്റു ബീറ്റയ്ക്ക് തുല്യമായിരിക്കും അതായത് ഇതിൻ്റെ സീറോസിൻ്റെ പ്രൊഡക്റ്റിന് തുല്യമായിരിക്കും അതാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിച്ചത് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം സിമ്പിൾ തന്നെയല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല വളരെ സിമ്പിളാണ് നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ഓക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം എഴുതാൻ പറ്റും എക്സാമിന് പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറിയോ നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ തെറ്റിപ്പോവും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഏനും കൂടി മാറ്റണം അല്ലേ ബാക്കിയെല്ലാം സെയിം ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എവിടെ എഴുതട്ടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 4s² എൻ്റെ S 5 പോലെ ഉണ്ടാവും ഓക്കെ -4s ഇങ്ങനെ എഴുതാം +1 അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം നമ്മൾ ആദ്യം ഓൾറെഡി പറഞ്ഞില്ല അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് എ എന്ന് പറഞ്ഞാൽ എത്രയാണ് എ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ എ എന്ന് പറഞ്ഞാൽ 4 ആണ് ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് -4 ആണ് വെറും 4 എന്ന് എഴുതി വെക്കരുതേ -4 സി എന്ന് പറഞ്ഞാൽ എത്രയാണ് സി എന്ന് പറഞ്ഞാൽ 1 ആണ് ഇനി നമുക്കിതിനെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടണം 4 × 1 ഈസ് ഈക്വൽ ടു 4 കിട്ടണം അല്ലേ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഫസ്റ്റ് ടേമിൻ്റെ കോഎഫിഷ്യൻറ്റും ലാസ്റ്റ് കോൺസ്റ്റൻറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ് എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടണം ഇനി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ 4ൻ്റെ പിന്നെ എന്തിനെടുക്കണം ഫാക്ടേഴ്സിന് എടുക്കണം അല്ലേ 4 എന്ന് നമുക്ക് 4 × 1 4 ആണ് -4 ആണേ ഓക്കെ ഇവിടെ മൈനസ് ഉണ്ട് 4 × 1 ആണ് മൈനസ് അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ മൈനസ് ആവും കേട്ടോ -4 എന്ന് പറയുമ്പോൾ -4 × 1 -4 -4 × 1 -4 ആണ് 4 × -1 -4 ആണ് അതുപോലെ ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പിന്നെ കിട്ടും കേട്ടോ 2 × 2 4 ആണ് -2 × 2 4 ആണ് -4 ആണ് അതുപോലെ പിന്നെന്താണ് -2 +4 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിട്ടുണ്ടോ തെറ്റിപ്പോയിട്ടില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് സോറി നമുക്കിവിടെ -4 വേണ്ടല്ലോ 4 × 1 എന്ന് പറഞ്ഞാൽ 4 അല്ലേ അവിടെ എന്തിനാ മൈനസ് ഇടുന്ന ആവശ്യമില്ല അതാണ് നമ്മൾ തെറ്റിയത് ഓക്കെ +4 ആവേണ്ടത് അപ്പോൾ +4 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 4 × 1 4 ആവും -4 × -1 4 ആവും അതുപോലെ -2 × -2 +4 ആവും അതുപോലെ തന്നെ 2 × 2 എന്താവും +4 ആവും അപ്പോൾ നമുക്കിവിടെ മിഡിൽ ടേം -4 അല്ലേ കിട്ടണ്ടേ -4 എന്ന് പറയുമ്പോൾ ഇതൊന്നും വരില്ല അല്ലേ 4ഉം 1ഉം കൂട്ടിയാലൊന്നും -4 കിട്ടൂല -2ഉം -2ഉം കിട്ടിയാൽ എന്തായി കൂട്ടിയാൽ നമുക്ക് -4 ആയി അപ്പോൾ ഇതന്നെ നമ്മുടെ നമ്പർ 2ഉം 2ഉം കൂട്ടിയാൽ 4 കിട്ടാവും അപ്പോൾ അതല്ല അപ്പോൾ നമുക്ക് അടുത്ത് എടുക്കാം എന്ത് 4s² -2s +1 കിട്ടി അല്ലേ ഇനി നമുക്ക് ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എന്താ ഉള്ളത്
കോമൺ ആയിട്ട് 2s ഉണ്ട് അല്ലേ? 2s ഇൻറ്റു 4 സ്ക്വയറിന് 2s പോയാൽ 2s ബാക്കിയുണ്ട് അല്ലേ? 2s മൈനസ് ഈ 2s എന്നൊരു 2s പുറത്തെടുത്തില്ല, അപ്പോൾ ഇവിടെ എത്ര ബാക്കിയുണ്ടാകും? -1. മനസ്സിലായില്ലേ? 2s ഇൻറ്റു 2s 4s സ്ക്വയർ 2s ഇൻറ്റു -1 -2s മൈനസ് ഇതിൽ നമുക്ക് ആരെടുക്കാം പുറത്തേക്ക്? ആരെടുക്കാം? 1നെ എടുക്കേണ്ടി വരും അല്ലേ? വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 1 എടുത്തു കഴിഞ്ഞാൽ അതേ നമ്പർ തന്നെ ഇവിടെ അല്ലേ? 2s വരും. 2s ഇൻറ്റു -1 -2s കിട്ടി. ഇനി അടുത്തത് എന്താണ് നമുക്ക് എടുക്കാൻ പറ്റുക? -1 എടുക്കുക അല്ലേ? കാരണം -1 ഇൻറ്റു -1 +1 -1 ഇൻറ്റു 2s -2s. മനസ്സിലായില്ലേ? ആക്ച്വലി ഇവിടെ എന്താണ് വരുന്നത് അത് തന്നെ ഇവിടെ വരും കേട്ടോ, അത് മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ എഴുതാം? ഇവിടെ ഒരു 2s അല്ല പുറത്തുള്ള, അതിനെ ഇങ്ങോട്ട് എടുത്തു. ഇവിടെ ഒരു -1 അല്ല പുറത്തുള്ള, -1 എടുത്തു. 2s -1 ഇൻറ്റു ഇവിടെ ബ്രാക്കറ്റിൽ ആരാ ബാക്കിയുള്ളത്? 2s -1. അതായത് ഈ 2s -1 ഇവിടെ എഴുതി, ഈ 2s -1ന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എഴുതി. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എസിനെ കണ്ടുപിടിക്കണം അല്ലേ? 2s ഈക്വൽ ടു 1 കിട്ടും അടുത്ത സ്റ്റെപ്പ്. 2s ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ എസ് ഈക്വൽ ടു 1/2 കിട്ടും അല്ലേ? ഈ ഭാഗത്ത് അങ്ങനെ കിട്ടും. സെയിം സംഗതി തന്നെയല്ലേ റൈറ്റ് സൈഡിലും കിട്ടുക, കാരണം ഒരേ നമ്പർ അല്ലേ? 2s ഈക്വൽ ടു 1, s ഈക്വൽ ടു 1/2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ ഈക്വൽ ടു 1/2 കിട്ടി, ബീറ്റ ഈക്വൽ ടു 1/2 കിട്ടി അല്ലേ? സെയിം കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്തേ വേണ്ടുള്ളൂ? ഇനി നമുക്ക് വെരിഫിക്കേഷൻ നടത്തിയാൽ മതി അല്ലേ? വെരിഫിക്കേഷൻ നടത്തിയാൽ മതി. അപ്പോൾ നമുക്ക് വെരിഫൈ ചെയ്യാം. വെരിഫിക്കേഷനിൽ എന്താ നമുക്ക് ചെയ്യേണ്ടത്? സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1/2 പ്ലസ് 1/2. ഓക്കെ, 1/2 പ്ലസ് 1/2 എത്രയാ? ഹാഫും കൂട്ടിയാൽ 1 അല്ലേ? അത് തന്നെ. പിന്നെ നമ്മൾ ഓൾസോ രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ഓൾസോ സം ഓഫ് സീറോസ് -b/a അല്ലേ? -b/a ഇവിടെ കാണുന്നില്ലേ? സം ഓഫ് 0 ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു -b/a. അപ്പോൾ ഇവിടെ നമ്മുടെ b എന്തായിരുന്നു? a എന്തായിരുന്നു? b 4 ആണ്, അല്ല b -4 ആണ്, a എന്താണ്? 4 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ -b/a എന്ന് പറയുമ്പോൾ ആ മൈനസ് അവിടെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. b -4 ആണ് അല്ലേ? a എന്താണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? മൈനസ് ഓഫ് മൈനസ് പ്ലസ് 4/4 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമുക്കത് വെരിഫൈഡ് ആയി. ഇനി രണ്ടാമത്തെ കാര്യം കൂടി വെരിഫൈ ചെയ്യണം അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 1/4. ഓക്കെ, ഇനി എന്താണ് അത് വെരിഫൈ ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ്? ഓൾസോ പ്രൊഡക്റ്റ് ഓഫ് സീറോസ് c/a ഈക്വൽ ടു c എന്തായിരുന്നു നമ്മുടെ? മറന്നുപോയാ? c എന്തായിരുന്നു? c മൈനസ് c 1 അല്ലേ? a 4. c 1 ആണ്, a 4 ആണ്. c 1 ആണ്, a 4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്തായി? വെരിഫൈഡ്. ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഞാൻ ഇതൊന്ന് റബ്ബ് ചെയ്യട്ടെ, നിങ്ങൾ ആ സമയം കണ്ടു പോയി കളയോ? ഇല്ലല്ലോ. ഇതിനെ റബ്ബ് ചെയ്തു. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെക്കാം അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് ഏതാണ്ട് അടിച്ചു വിടാലോ അല്ലേ? അപ്പോൾ ഇതിനല്ലേ റബ്ബ് ചെയ്യാം. അപ്പോൾ
നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനൊക്കെ റബ്ബ് ചെയ്യാം. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയോ? എല്ലാവരും ചെയ്യേണ്ടത് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ എപ്പോഴും. കാരണം എന്താ അറിയോ? ഫുഡ് കഴിച്ചാൽ നമുക്ക് എനർജി കിട്ടും. ഫുഡ് അധികമായി കഴിക്കരുത്, കുറച്ച് മാത്രമേ ഫുഡ് കഴിക്കൂ. കുറച്ച് മീൻസ് ഒരു വയറ് നിറയെ കഴിക്കരുത്. ഒരു ഹാഫ് വയറ് ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്താവും? എനർജി കിട്ടും, ക്ഷീണം ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ വയറ് ഫുള്ള് ഭക്ഷണം കഴിച്ചാലല്ലേ നമ്മൾ ക്ഷീണം കൊണ്ട് അങ്ങോട്ട് ഉറങ്ങിപ്പോവും. അപ്പം നമ്മൾ അത്രയും കഴിക്കാവും. പിന്നെന്താ വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ നല്ല വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. വൈറ്റമിൻ മിനറൽസ് എല്ലാം ഉള്ള. സാധാ നോർമൽ ഫുഡ് കഴിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 6x² മൈനസ് 3 മൈനസ് 7x. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എയും ബിയും സിയും ഒക്കെ ആദ്യം അങ്ങോട്ട് എഴുതി വെക്കുക. അതിന് മുന്നേ ഒരു കാര്യം ശ്രദ്ധിക്കണേ. നമ്മൾ കെണിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ -3 -7x നോക്കിയാൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? യെസ്, ഇത് ഓർഡർ മാറിയിട്ടുണ്ട് അല്ലേ? ആ ഓർഡറിനെ നമ്മളൊന്ന് ശരിപ്പെടുത്തണേ, അല്ലെങ്കിൽ നമ്മളെ അവർ ശരിപ്പെടുത്തി കളയും. 6x² മൈനസ് 7x മൈനസ് 3 ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ശരിപ്പെട്ടു. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എത്ര? ഇവിടെ 6. ബി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എഴുതിയ ഓർഡറിൽ എഴുതിയല്ലേ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യങ്ങൾ. സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? -3. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ? നമ്മുടെ ഒന്നുകൂടി ഞാൻ ഇവിടെ എടുത്തതാണ്. -7x -3 ആണല്ലേ? അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടണം? 6 × -3 -18 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്താൽ. ആഡ് ചെയ്താൽ എത്ര കിട്ടണം? -7 കിട്ടണം അല്ലേ? ആഡ് ചെയ്താൽ -7 കിട്ടണം. അത് ഏത് നമ്പറാടാ? മൾട്ടിപ്ലൈ ചെയ്താൽ -18ഉം ആഡ് ചെയ്താൽ -7ഉം അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് 18ൻ്റെ ഫാക്ടേഴ്സ് നോക്കാം. 18ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. 6 × 3 18 അല്ലേ? 6 × 3 18 ആണ്. പക്ഷേ 6ഉം 3യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -7 വരുന്ന ഓപ്ഷൻസ് ഒന്നുമില്ല. പിന്നെ ആരാ ഉള്ളത്? 9 × 2 9 × 2 18 ആണ്. -18 ആണേ വേണ്ടേ? അപ്പോൾ ഒന്നിക്ക് -9 എടുക്കാം, അല്ലെങ്കിൽ 9 × -2 ആയിരിക്കും. അപ്പോൾ ഇതിൽ -7 വരുന്ന ഓപ്ഷൻ ഏതാ? ഇതന്നെ അല്ലേ? ആളപ്പിടി കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. 6x² മൈനസ് 9x പ്ലസ് 2x മൈനസ് 3. ഓക്കെ, പിടികിട്ടിയോ നിങ്ങൾക്ക്? ഇത് ടഫ് ഒന്നുമില്ല അല്ലേ? -9 × 18 കിട്ടി. -9 പ്ലസ് 2 = -7 കിട്ടിയില്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ഈക്വൽ ടു ഇത് രണ്ടിൽ കോമൺ ആയിട്ടുള്ള ആരാണ്? 6x²ലും 9xലും 3x കോമൺ ആണല്ലേ? അപ്പോൾ 3xനെ പുറത്തിടാം. 6x² 3x പുറത്ത് വന്നാൽ പിന്നെ ബാക്കി 2x മൈനസ് 9x 3x പുറത്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്? 3x. പിന്നെ ആരാണ്? പിന്നെ പ്ലസ് ഈ 2xലും -3ലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? സോറി, ഇതിൽ x ഇല്ല കേട്ടോ. x ഇല്ല, കാരണം -3 × 3x ആണ് എന്ത്? -9x. അപ്പോൾ എക്സിൻ്റെ ആവശ്യമില്ല അവിടെ. അപ്പോൾ അടുത്തത് നമുക്ക് എന്താണ്? 2x - 3ൽ കോമൺ ആയിട്ട് ആരും ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 1 ഇട്ട് കൊടുക്കാം. 1 × 2x - 3. നമ്മൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ഞാൻ ഈ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ആക്ച്വലി നമ്മൾ ഇവിടെ എന്താണ് എടുക്കുന്നത്? അത് ഇവിടെ ആദ്യം അങ്ങോട്ട് എടുത്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് ഈ ടേം കിട്ടാൻ എത്രയാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അത് ഇവിടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. 2x - 3 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കിയൊന്നുമില്ല, ആ 1 ആട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്? ഇനി നമുക്ക് ഈ 2x - 3നെ വേണമെങ്കിൽ ആദ്യം ഇങ്ങോട്ട് എഴുതാം. 2x - 3 ഇൻറ്റു പിന്നെ ഇവിടെ ആരാ ബാക്കിയുള്ളത്? 3x ഉണ്ട്. 3x + 1 അല്ലേ?
ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും നമ്മൾ രണ്ട് സീറോസിനെയും കണ്ടുപിടിക്കണം അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. രണ്ട് സീറോസിനെ എങ്ങനെ കണ്ടുപിടിക്കുക? 2x - 3 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് ഈക്വൽ ടു എന്ന് പറയുമ്പം തന്നെ ഈ മൈനസ് പ്ലസ് ആയി മാറും അല്ലേ? 3/2 മനസ്സിലായോ? അതുപോലെ ഇവിടെ എക്സ് ഈക്വൽ ടു ഇവിടെ +1 അല്ലേ, അപ്പോൾ മൈനസ് ആയിട്ട് മാറും അല്ലേ? -1 ഈ 3 അങ്ങ് താഴോട്ട് പോകും. എത്രയായിട്ട് മാറും? എടാ അത് പോവാത്ത 1/3 മനസ്സിലായിട്ടില്ല. ഇവിടെ ഞാൻ തരാം. 2x - 3 എന്നല്ലേ വരുന്നത്, അപ്പോൾ 2x ഈക്വൽ ടു 3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? എക്സ് ഈക്വൽ ടു 3/2 ഇതല്ലേ നമ്മുടെ ആദ്യത്തെ. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ആൾ 3x + 1 അല്ലേ? എന്നുവെച്ചാൽ 3x ഈക്വൽ ടു -1 എക്സ് ഈക്വൽ ടു -1/3 ഇവിടെ കിട്ടിയില്ലേ? മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? ആൽഫ ഈക്വൽ ടു 3/2 ബീറ്റ ഈക്വൽ ടു -1/3 കിട്ടിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലങ്ങോട്ട് വെരിഫൈ ചെയ്താൽ പോരെ. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 3/2 പ്ലസ് -1/3 ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടുക? 3 × 3 9 ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ? 9 1 × 2 1 × -1 സോറി -1 × 2 -2 ഡിവൈഡ് ബൈ 2 × 3 6 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലേ? അപ്പം 9 - 2 എന്ന് പറയുമ്പോൾ 7/6 കിട്ടും. ഇനി -b/a നമ്മുടെ b എടുത്ത് പോയി. b -7 ആണ്, a 6 ആണ് അല്ലേ? ഓക്കെ, ഈ ബിയുടെ കൂടെയുള്ള മൈനസ് ഇടാൻ മറന്നു വരുതേ, അത് ഓൾറെഡി ഉള്ള മൈനസ് ആണ്. പിന്നെ ബി എത്രയാണ്? -7 ആണ് അല്ലേ? എ എത്രയായിരുന്നു? 6. -7 എന്ന് പറഞ്ഞാൽ 7/6. അപ്പോൾ നമുക്കിത് രണ്ടും ഒരുപോലെ കിട്ടി അല്ലേ? അത് വെരിഫൈ ആയി. ഇനി പ്രൊഡക്റ്റ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 3/2 ഇൻറ്റു -1/3 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഡയറക്റ്റ് അല്ലേ? 3 ഇൻറ്റു -1 -3 2 ഇൻറ്റു 3 6. ഇനി പ്രൊഡക്റ്റ് ഓഫ് 0 c/a എന്ന് പറയുമ്പോൾ നമ്മുടെ c എത്രയായിരുന്നു? c എന്ന് പറയുന്നത് നമ്മുടെ c എന്ന് പറയുന്നത് എത്രയായിരുന്നു? -3 അല്ലേ? c എന്ന് പറയുന്നത് -3 ആണ്. -3/a എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ് അല്ലേ? a6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് രണ്ടും തുല്യമായി കിട്ടി അല്ലേ? ഹെൻസ് വെരിഫൈഡ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായി ചെയ്തു. ഇത് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും മുന്നേ ഇത് ഞാൻ അങ്ങോട്ട് റബ്ബ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോണ്ടല്ലോ, പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം എടുത്ത് വെക്കണം. ഓക്കെ, വെള്ളം എടുത്ത് വെച്ചിട്ടില്ല എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ പോകും? കിച്ചണിൽ പോകും. കിച്ചണിൽ പോകുമ്പോൾ നിങ്ങൾ ആരെ കാണും? അമ്മയെ കാണും അല്ലേ? അമ്മയോ അച്ഛനൊക്കെ കാണും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ? നിങ്ങൾ സംസാരിക്കാൻ നിൽക്കും അല്ലേ? എന്തെങ്കിലും കഥ പറയും. കഥ പറഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ ഉണ്ടാവില്ല? സമയം പോകുന്നത് നിങ്ങൾ ഓർമ്മിക്കൂല. അങ്ങനെ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് ചിന്തിക്കും, അയ്യോ എത്ര സമയം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കും അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യരുത്? വെള്ളം എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ അതായത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് 4u² + 8u. ഇത് കുറച്ചും കൂടി ഡയറക്റ്റ് കേട്ടോ. 4u² + 8u. ഇവിടെ a എന്ന് പറഞ്ഞാൽ എത്രയാടാ? a എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? b എന്ന് പറഞ്ഞാൽ എത്രയാ? b എന്ന് പറഞ്ഞാൽ 8 ആണ്. c എന്ന് പറഞ്ഞാൽ എത്രയാ? c ഇല്ല, ഇല്ലെങ്കിൽ 0. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാണ്ട് തന്നെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 4u² + 8u എന്ന് പറയുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 4u², 4u ഉണ്ട് അല്ലേ? 4u ഇൻറ്റു 4u² എന്ന് 4u പുറത്തെടുത്താൽ u ബാക്കി, u ബാക്കിയുണ്ട്. ഇവിടെ ആരാ ബാക്കിയാണ്? u + 2 ബാക്കിയുണ്ട് അല്ലേ? അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് വരിക? അടുത്ത സ്റ്റെപ്പ് 4u ഇൻറ്റു u + 2. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ?
എങ്ങനെ ചെയ്യാം? 4 ഇൻറ്റു അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ യു എന്ന് പറയുന്ന 0 ആയാൽ എൻ്റെ ടേം 0 ആയി അല്ലേ? അതുപോലെ തന്നെ യു -2 ആയാലും എന്തായി? എൻ്റെ ടേം 0 ആയി. ശരി തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? നോക്കിക്കേ, ഈ യുവിന് ഓരോ 0 എന്ന് വിചാരിച്ചോ. അപ്പോൾ 4 ഇൻറ്റു 0 0, 0 ഇൻറ്റു എത്ര ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 0 ആയി അല്ലേ? അതുപോലെ യുവിന് ഓരോ -2 എന്ന് വിചാരിച്ചോ. -2 + 2 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? 0 ഇൻറ്റു എത്ര ടേം ആയാലും 0 ആയി. അപ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടി. യു ഈക്വൽ ടു 0, യു ഈക്വൽ ടു -2. അപ്പോൾ ആൽഫ കിട്ടിയില്ലേ? ആൽഫ ഈക്വൽ ടു 0, അതുപോലെ തന്നെ ബീറ്റ ഈക്വൽ ടു -2. ഇനി സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ വെരിഫിക്കേഷൻ ആണല്ലേ? വെരിഫിക്കേഷൻ ചെയ്യാം. സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു, ആൽഫ എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടിയത്? 0 അല്ലേ? ബീറ്റ എന്ന് പറയുന്നത് -2 ഈക്വൽ ടു -2. ഓൾസോ സം ഓഫ് സീറോസ് മൈനസ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ ബി എത്രയാണ്? 8 ആണ്. എ 4 ആണ് അല്ലേ? ഓക്കെ, അപ്പം ഈ മൈനസ് ബിയുടെ മൈനസ് അവിടെ ഇട്ട് കൊടുക്കണേ. മൈനസ് ബി എന്ന് പറഞ്ഞാൽ 8 ആണ്. -8 അല്ല, 8. എ എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? അപ്പോൾ ഈക്വൽ ടു -2 കിട്ടി. 8/4 2 മൈനസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈക്വലായി. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു -2 ഈക്വൽ ടു 0 ആണ്. അതേപോലെ എന്താണ് സി ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സി ബൈ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ സി എന്തായിരുന്നു? സി എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? എ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സി എന്ന് പറയുന്നത് 0 ആണ്, എ എന്ന് പറയുന്നത് 4 ആണ്. 0 ബൈ എനി നമ്പർ ഈസ് 0. അപ്പോൾ ഇത് രണ്ടും എന്തായി? വെരിഫൈഡ് ആയി അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തത് എത്രാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകേണ്ടത്? 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകണം അല്ലേ? എല്ലാം സെയിം മെത്തേഡാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത്ര ടഫുള്ള കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്? 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ഏനെയും കൂടി അവിടെ നിന്ന് മായ്ക്കുകയാണ്. ഈ സ്ട്രക്ചർ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. 5ാമത്തെ ക്വസ്റ്റ്യൻ, 5ാമത്തെ ആളായിരുന്നു t² - 15. ഓക്കെ, എടാ ഇത് നമ്മുടെ a² + bx + c എന്ന് പറയുന്ന ഫോമിലൊന്നും അല്ലല്ലോ. പക്ഷേ ഇവിടെ വേറൊരു സംഗതി ഉണ്ട്. എന്നറിയോ? ഇവിടെ t² - 15 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാമെന്നറിയോ? ഇവിടെ a² - b² ഫോമിലാക്കാം ഇതിനെ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം a² - b² ഈക്വൽ ടു b² ഈസ് ഈക്വൽ ടു a + b ഇൻറ്റു a - b ആണല്ലേ? അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റാം. എങ്ങനെയാണെന്നറിയോ? നമുക്കിതിന് എന്തായിട്ട് എഴുതാം? t² - 15 നമുക്ക് എഴുതാം √15² എന്ന് എഴുതാം. ഓക്കെ, √15² എന്ന് എഴുതാം. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവും, ബാക്കി ആരുണ്ടാവും? 15 ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ പിടുത്തം കിട്ടി. എന്താണ്? t² - √15 കിട്ടി അല്ലേ? √15² ആണേ. √15² t² - √15² ഈസ് ഈക്വൽ ടു നമുക്ക് എന്തായിട്ട് എഴുതാം? t - √15 ഇൻറ്റു t + √15. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തി. വളരെ പെട്ടെന്ന് എത്തി. ഈ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കണ്ടു കേട്ടോ. ഇത് ഏത് ഫോമിൽ എഴുതണം എന്നുള്ളത് നമ്മുടെ തലയിലേക്ക് കയറണം. a² - b² എന്നുള്ള ഫോമിലേക്ക് പോകും. അപ്പോൾ t ഈക്വൽ ടു എന്താണ് കിട്ടിയത്? √15 കിട്ടി. അതുപോലെ തന്നെ ഇവിടെ t ഈക്വൽ ടു -√15 കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് ആൽഫയും കിട്ടി, ബീറ്റയും കിട്ടി. ആൽഫ ഈക്വൽ ടു √15, ബീറ്റ ഈസ് ഈക്വൽ ടു -√15. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് വെരിഫൈ ചെയ്യല്ലേ വേണ്ടു. എയും ബിയും സിയും നമ്മൾ എഴുതിയിട്ടില്ലല്ലോ.
നമ്മുടെ എ എന്ന് പറയുന്നത് എത്രയാടാ? ഇവിടെ 1 ആണ് അല്ലേ? ഒന്നുമില്ല 1. ബി എന്ന് പറയുന്നത് ബിക്ക് വരെ ആരും ഇല്ല ഇവിടെ. അപ്പോൾ എന്താണ്? 0 ആണ്. സി എന്ന് പറയുന്ന ആരാണ്? -15 ആണ്. ഞാൻ ഇങ്ങോട്ട് താഴോട്ട് എഴുതട്ടെ. എന്ന് വെച്ചാൽ മേലെ പിന്നെയും നമ്മൾ റേസ് ചെയ്യണ്ടല്ലോ. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 0, സി ഈക്വൽ ടു -15. അപ്പോൾ ഇതിനെ നമ്മൾ മെല്ലെ ഉയർത്തി കൊടുക്കുകയാണ്. ഇനി ഇവിടെ അപ്ലൈ ചെയ്താൽ പോരെ. സം ഓഫ് 0 ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു √15 പ്ലസ് -√15 ഇസ് ഈക്വൽ ടു 0 അല്ലേ? ഇനി മൈനസ് ബി ബൈ എന്ന് പറയുമ്പോൾ ബി എന്ന് പറഞ്ഞാൽ 0 അല്ലേ? 0 ബൈ 0ക്ക് മൈനസ് ഇട്ടാലും ഇല്ല, എല്ലാം കണക്ക് തന്നെ. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? 0 ബൈ എനി നമ്പർ 0 ആയി. അപ്പോൾ രണ്ടും തുല്യമായി. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ √15 ഇൻറ്റു -√15 ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക? √15ഉം റൂട്ടും ക്യാൻസൽ ആവും അല്ലേ? പിന്നെ ആരുണ്ടാവും? 15 സ്ക്വയർ, റൂട്ടും സ്ക്വയറും അങ്ങോട്ട് ക്യാൻസൽ ആയിട്ട് 15 ബാക്കി ഉണ്ടാവും അല്ലേ? -15 ഉണ്ടാകുക. ഓക്കെ, മനസ്സിലായിട്ടില്ലല്ലോ? √15 ഇൻറ്റു √15 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയോ? സ്ക്വയർ റൂട്ട് ഓഫ് 15 ഇൻറ്റു 15 എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് 15 സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയിട്ട് ആരും ബാക്കിയുണ്ടാവും? 15 ബാക്കിയുണ്ടാവും. മൈനസ് ഇടുന്നതുകൊണ്ട് ആ മൈനസ് അവിടെ ഉണ്ട്. ഓക്കെ, ഇനി സി ബൈ എ എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞാൽ -15, എ എന്ന് പറഞ്ഞാൽ ഇത്ര 1 ആണ് അല്ലേ? -15/1 ഈക്വൽ ടു -15. അപ്പോൾ രണ്ടും വെരിഫൈഡ് ആയില്ലേ? ഹെൻസ് ഇറ്റ് ഈസ് വെരിഫൈഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അഞ്ചാമത്തെ ആൻസറും കഴിഞ്ഞു. ഇത് നമ്മൾ ആറാമത്തതിലേക്ക് വളരെ സ്പീഡിൽ പോവുകയാണ്. അപ്പോൾ ഇതിനെ ഞാൻ അങ്ങോട്ട് റബ്ബ് ചെയ്യാണ്. നിങ്ങൾ പിന്നെ എന്താണ്, നമ്മൾ എക്സാമിൻ്റെ സമയത്തല്ലേ പഠിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? എക്സാമിൻ്റെ സമയത്ത് പഠിക്കൽ അത്ര ശരിയുള്ള കാര്യമല്ല. എന്ന് വെച്ചാൽ പഠിക്കേണ്ടതെന്നുള്ള അർത്ഥം, എക്സാമിൻ്റെ സമയത്ത് മാത്രം പഠിക്കൽ ശരിയുള്ള കാര്യമല്ല. എന്തുകൊണ്ടറിയോ? നമ്മൾ എക്സാമിൻ്റെ സമയത്ത് മാത്രം പഠിച്ചാൽ നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാം കിട്ടും വിചാരിക്കും. പഠിക്കുമ്പോൾ എല്ലാം കിട്ടും, പക്ഷേ പിന്നീടുണ്ടല്ലോ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നമുക്കതൊന്നും മെമ്മറിയിൽ അങ്ങോട്ട് എന്താവില്ല, റീകളക്ട് ചെയ്ത് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വെക്കുക. എന്നാൽ എന്താവും? എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സാമിൻ്റെ ടൈമിലെ പഠനവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനവും ഒന്നിച്ചു കഴിഞ്ഞാൽ എന്താവും? വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് സെക്ഷനിലെ 3x² - x - 4 അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ പ്രത്യേകിച്ചിട്ടൊരു മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കെണിയുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ a² ആണ്, ഇവിടെ b ആണ് അല്ലേ, c ആണ്, എല്ലാം ഉണ്ട്. അപ്പോൾ എക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? a ഈക്വൽ ടു 3 ആണ്, b ഈക്വൽ ടു എത്രയാണ്? -1 ആണ്. ഓക്കെ, എക്സിൻ്റെ അടുക്ക് ഒന്നുമില്ല, അപ്പോൾ -1 ഉണ്ടെന്ന് മനസ്സിലാക്കുക. c ഈക്വൽ ടു -4. ആ മൈനസ് ഒന്നും വിട്ടു വരുത് കേട്ടോ. അപ്പം നമുക്ക് ഇതിനെന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടണം? 3 ഇൻറ്റു 4 -12 കിട്ടണം അല്ലേ? മൾട്ടിപ്ലൈ ചെയ്താൽ -12 കിട്ടണം. ആഡ് ചെയ്താൽ -1 കിട്ടണം അല്ലേ? ആഡ് ചെയ്താൽ -1 കിട്ടണം. എന്താടാ പോയി കിട്ടാത്ത? -1 കിട്ടണം. ഓക്കെ, അപ്പം -1 കിട്ടണം. -1 ഇങ്ങനെ ഒരു നമ്പർ ഏതാണ്? നമുക്ക് കിട്ടും അല്ലേ? 12ൻ്റെ എന്താണ്? 3 ഇൻറ്റു 4 12 ആണ് അല്ലേ? -12 ആകുമ്പോൾ എനിക്ക് ഇവിടെ മൈനസ് വരും, അല്ലെങ്കിൽ ഇവിടെ മൈനസ് വരും. ഇത് നമുക്ക് ഇങ്ങോട്ട് 1 ഇൻറ്റു 12 12 ആണ്. ഇത് നമുക്ക് ആവശ്യമില്ല, കാരണം 3ഉം 4ഉം ആണ് നമുക്കിവിടെ -1 വരാൻ സാധ്യതയുള്ളൂ അല്ലേ? ഏതാണ് -1 വരിക? 3ഉം പ്ലസ് -4ഉം പ്ലസ് 3ഉം ആഡ് ചെയ്താൽ -1 വരും. അപ്പോൾ ഇതന്നെ നമ്മുടെ നമ്പർ 3 പ്ലസ് -4 അല്ലേ? അതുപോലെ തന്നെ ഇവിടെ 3 ഇൻറ്റു -4 മൾട്ടിപ്ലൈ ചെയ്താൽ -12 കിട്ടും. അപ്പോൾ നമുക്ക് അതിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. 3x² പ്ലസ് 3x -4x -4. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 3x² 3xലും 3x ഉണ്ട് അല്ലേ? 3x ഇൻറ്റു ഇവിടെ ഒരു എക്സ് ബാക്കിയുണ്ടാവും, ഇവിടെ +1. മനസ്സിലായില്ലേ? 3x ഇൻറ്റു x 3x², 3x ഇൻറ്റു 1 3x.
അപ്പോൾ ഞാൻ ഒരു ഐഡിയ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇതിനുള്ളിൽ ഈ തന്നെ അങ്ങോട്ട് എഴുതാം. ആ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കാമല്ലോ. x+1 എഴുതാം. എക്സ് ഇൻറ്റു എത്രയാണ്? -4x -4 അല്ലേ? -4 × 1 -4. സിമ്പിളായിട്ട് അതാ കിട്ടുക, അതാണ് എളുപ്പം. അപ്പോൾ ഇനി നമുക്ക് എന്ത് എഴുതാം? x+1 ഇൻറ്റു ആരാ ബാക്കിയുള്ള ഇവിടെ 3x ഉണ്ട് അല്ലേ? 3x. ഇവിടെ ആരാ ബാക്കിയുള്ള? -4. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x = -1 ആണ് നമ്മുടെ ഒരു 0. അതുപോലെ തന്നെ x = മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആവും അല്ലേ? 4 ഇൻറ്റു 3 / 3 ആവും. ഈ സ്റ്റെപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. അല്ലെങ്കിൽ ഇത് ഒന്നും കൂടി ഞാൻ ചെയ്തുതരാം. 3x = -4 കിട്ടി അല്ലേ? 3x -4 എന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ 3x = -4, x = -4/3 കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ആൽഫ കിട്ടി. ആൽഫ = -1, ബീറ്റ = 4/3 കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇവിടെ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ജസ്റ്റ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ ആൽഫ എത്ര? -1 പ്ലസ് ബീറ്റ 4/3 = ഇരട്ട. ഇവിടെ ഒന്നുമില്ല, ഒരു 1 ഇട്ട് കൊടുക്കാം. 3 × -1 -3, 1 × 4 4 / 1 × 3 3. -3 + 4 എന്ന് പറയുമ്പോൾ +1 അല്ലേ? 1/3 ആൻസർ കിട്ടി. ഇവിടെ -b/a എന്ന് പറയുമ്പോൾ ആ മൈനസ് മറന്നുപോയി, അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത്. -1 ഉണ്ട് അല്ലേ? ബി എന്ന് പറഞ്ഞാൽ -1 ആണ്. എ എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ്. -(-1/3). അപ്പോൾ ഇത് രണ്ടും വെരിഫൈഡ് ആയി, ഒരേപോലെ കിട്ടിയില്ലേ? രണ്ടാമത്തെ ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ -1 × 4/3 എന്ന് വെച്ചാൽ -4/3. c/a എന്ന് പറയുമ്പോൾ c എന്ന് പറഞ്ഞാൽ -4, a എന്ന് പറഞ്ഞാൽ 3 = -4/3. അപ്പോൾ ഇത് രണ്ടും എന്തായി? വെരിഫൈഡ് ആയി, ഹെൻസ് വെരിഫൈഡ്. അപ്പോൾ നമ്മൾ ഈ എക്സസൈസ് 2.2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 2 3 4 5 6 എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഈസി ആയിട്ട് ചെയ്തു അല്ലേ? ഇത് ടഫ് ക്വസ്റ്റ്യൻ ഒന്നുമല്ല കേട്ടോ. നിങ്ങളിത് ഈസിയാന്ന് വിചാരിച്ചിട്ട് പഠിക്കാതെ പോയാൽ തെറ്റിപ്പോവും. പക്ഷേ നിങ്ങൾ ഇത് ടഫൊന്നുമല്ല, പക്ഷേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെടുക്കണം ഏതെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എക്സാമിന് എന്തായാലും വരാൻ സാധ്യത ഉണ്ട്. ഷുവറായിട്ട് മാർക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എക്സസൈസ് 2.2-ലെ ക്വസ്റ്റ്യൻ നമ്പർ 2മായി കാണാം. ഓക്കെ.